വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഗ്രാമങ്ങളെ നേരെ നയിക്കുന്ന സഹോദരിമാർ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ചെയ്യുന്ന നിർണായകമായ ഒരു സമരത്തിന്റെ തുടക്കമാണ്. അതിന് ആദ്യം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിലൊരു പ്രയോഗമുണ്ട്, സമീപകാലത്ത് ഉപയോഗിച്ച് വരുന്നൊരു രാഷ്ട്രീയ പദമാണ് നെക്രോപൊളിറ്റിക്സ് എന്ന് പറയും. മൃത്യു രാഷ്ട്രീയം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. മരണത്തിന്റെ രാഷ്ട്രീയം ചിലതരം ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കുമെതിരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഈ നെക്രോപൊളിറ്റിക്സിന്റെ മൃത്യു രാഷ്ട്രീയത്തിന്റെ വക്താവായതിൽ ഞങ്ങൾക്ക് പോലും ഹൃദയം നിറഞ്ഞ സങ്കടമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ആശാവർക്കർമാരെന്ന കേരളത്തിന്റെ ഗ്രാമങ്ങളുടെ നട്ടെല്ലായ സഹോദരിമാർ സമരം ചെയ്യുന്നു. ഈ സമരത്തിന്റെ തുടക്കം മുതൽ അനുകമ്പയുടെ ഒരു അംശം പോലും ഈ ഭരണകൂടത്തിനോ ഭരണകൂടത്തെ പ്രതിദാനം ചെയ്യുന്ന നേതാക്കൾക്കോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കാരണം നമുക്കൊരു സമരം ആരംഭിക്കുമ്പോൾ ആ സമരത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അത് സാധിച്ചു കൊടുക്കേണ്ട ഭരണാധികാരികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്ന് സ്വാഭാവികമാണ്. പല കാര്യങ്ങൾ പറയാം. പക്ഷെ ഒരു സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ സമരം ചെയ്യുന്നവരെ കീടങ്ങളെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന, രോഗം പടർത്തുന്ന രോഗാണുക്കളെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന, അവരുടെ സമരത്തെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്ന് പറയുന്ന ഭരണാധികാരികളുടെയും നേതാക്കളുടെയും മാനസികാവസ്ഥ എന്താണ്? ഈ മാനസികാവസ്ഥയാണ് മൃത്യുവിന്റെ രാഷ്ട്രീയം, മരണത്തിന്റെ രാഷ്ട്രീയം. അവർക്ക് സമവായത്തോട് താല്പര്യമില്ല. നമുക്കറിയാം, ജനാധിപത്യ രാജ്യങ്ങളിൽ, ജനാധിപത്യ ഭരണകൂടങ്ങളിൽ ഏറ്റവും മുന്നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിയുടെ അടിസ്ഥാനമായിട്ട് തന്നെ പറയുന്നത് ഇതാണ്: ഡിബേറ്റ്, ഡിസ്കഷൻ, ഡിസന്റ്, എന്നിട്ടാണ് ഡിസിഷൻ. ഒരു സംവാദം, ഒരു വിഷയം ഉയർന്നു വരുമ്പോ ആ വിഷയത്തിൽ സംവാദങ്ങൾ നടക്കും, വിയോജിപ്പിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാകും, എന്നിട്ട് അവിടെ ഒരു ചർച്ചയുണ്ടാകും, എന്നിട്ടാണ് തീരുമാനം. ഇവിടെ അത്തരമൊരു സമവായത്തിന് തയ്യാറല്ല എന്നൊരു ഭരണകൂടം പറയുമ്പോൾ ആ ഭരണകൂടം പ്രതിദാനം ചെയ്യുന്ന ധാർഷ്ട്യത്തെയാണ്. ഇവര് കുറച്ച് സ്ത്രീകൾ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ കുറച്ച് പെണ്ണുങ്ങൾ, അവരെവിടം വരെ പോകും? കുറച്ച് വെയിൽ വരുമ്പോ, കുറച്ച് മഴ വരുമ്പോ അവരിട്ടേച്ചു പോകും എന്നാണ് ഇവർ കരുതുന്നത്. തെറ്റിപ്പോയി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും പറയേണ്ടി വരും. ഇവിടെ ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലല്ല സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുന്ന ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടക്കുന്ന സമരമാണ്. നിങ്ങൾക്ക് ഈ വെള്ളയടിച്ചിരിക്കുന്ന മണിമന്ദിരത്തിന്റെ മുകളിൽ 100 കോടിയുടെ വാഹന ആഡംബരത്തിന്റെ പിൻബലത്തോട് നിൽക്കുന്ന ഭരണാധികാരികളോട് സൂക്ഷിച്ചോ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മുഴുവൻ പിന്തുണ, മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. അവസാനിപ്പിക്കണം. ബഹുമാന്യനായ ശ്രീ പിണറായി വിജയനോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ അമ്മമാരാണ് വെള്ളം കുടിക്കാതെ കിടക്കുന്നത്. ഒരു ദിവസം ഇവരുടെ സമരം പൂർത്തിയായാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിനേക്കുന്ന കനത്ത ആഘാതമാണ്. മനുഷ്യ സേവനത്തിന് വേണ്ടി, മാനവ സ്നേഹത്തിന് എന്ന പേരിൽ, മാനവ വിമോചനത്തിന് വേണ്ടി എന്ന പേരിൽ രൂപം കൊണ്ട ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് നിങ്ങൾ അധികാരത്തിരിക്കുന്നതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. നിർത്തട്ടെ. ജയ് ഹിന്ദ്.